എടുപടി ചമ്മന്തി. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ ഉള്ളി 3 കിലോ 100 രൂപ അല്ലായിരുന്നോ? തക്കാളി ഒരു സെക്കൻഡ് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വീട്ടമ്മമാരെ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ തന്നെയാണ്. 3 കിലോ തക്കാളി അല്ല 1.5 കിലോ തക്കാളി 100. ഇന്നലെ സവാള 1.5 കിലോ 100 അല്ല 3 കിലോ അല്ലായിരുന്നു നമ്മളോട് വാങ്ങിച്ച. സവാള ഇന്നലെ ലാഭമായിരുന്നു. അതുപോട്ടെ ഈ സുഹൃത്തുക്കളെ വേറൊന്നുമല്ല സംഭവം. രാവിലെ ഈ ഉള്ളിയും തക്കാളി 2 തക്കാളിയും വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോവാ. വേറൊന്നുമല്ല, എല്ലാവരും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ തേങ്ങാ ചമ്മന്തിയെ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഇല്ല, എല്ലാവരും തേങ്ങാ ചമ്മന്തി ഇട്ടേ സാധാരണ കഴിക്കാറുള്ളൂ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചമ്മന്തി. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു സവാള 2 തക്കാളി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഇച്ചിരി ഉപ്പ് മാത്രം മതി. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് ആശാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. എടുപടി ചമ്മന്തി. ഇതാരാ കണ്ടുപിടിച്ചത്? നീയാന്നോ? ശരി, അരി. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചേക്കണം. അത് തണുത്തിട്ടല്ലേ അരയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ ചൂടിലെ മുളകിന്റെ അതെ, എണ്ണയുടെയും ആ ചൂടിന്റെയും തണുത്തിട്ട് അരയ്ക്കാം. അപ്പൊ നമ്മുടെ പെട്ടെന്നുണ്ടാക്കുന്ന തക്കാളി ചമ്മന്തി റെഡിയാണ്. ഒഴിച്ചേ സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒഴിക്കാം. പല്ല് വെച്ചാണോ? ഞാൻ കഴിക്കുവല്ലോ, കാണിക്കുവല്ലേ. കണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്കൊന്നൊരു 5 മിനിറ്റ് എടുത്തിട്ടില്ല അല്ലേ. പിന്നെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. തക്കാളി അരിഞ്ഞപ്പോൾ ഞാൻ അത് അരിഞ്ഞേ, അത് ഇച്ചിരി ചെറുതായിട്ട് അരിയുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യൂ. ഞങ്ങൾ കഴിക്കട്ടെ.